ഹലോ, ഏതാഘോഷം എത്തിയാലും നമുക്ക് മുഖ്യം ലീവ്. അങ്ങനെ ഈദെത്തി, ഈദിനോടൊപ്പം തന്നെ നമ്മുടെ ലീവും എത്തി. അങ്ങനെ ലീവിനോടനുബന്ധിച്ച് എൻറ്റയർ ഐലൻഡ് ഫുൾ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പൂരത്തിനോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിനോ സ്ട്രീറ്റ് അലങ്കരിക്കുന്ന പോലെ ഫുൾ ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രീറ്റായിട്ട് ഒരാഴ്ചത്തേക്ക് ഇനി നമ്മുടെ ഒലിവേലി ഫിഷ് ഐലൻഡ് ഇങ്ങനെയായിരിക്കും. ഇവിടെ മാത്രമല്ല കേട്ടോ, മാൽദീവ്സിലെ മാല പോലെ കിടക്കുന്ന പല ഐലൻഡുകളിലും ഒട്ടുമിക്ക എല്ലാ ഐലൻഡുകളും ഇതായിരിക്കും കാഴ്ച. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്ന് കടന്നു പോകുന്ന ഒരിടമാണ് മാൽദീവ്സ്. ടൂറിസത്തിൻ്റെ ഒരു ലീഡിംഗ് സ്പോട്ട്. ഇന്ത്യൻ ഓഷ്യനിലാണ് നമ്മുടെ ഈ ലീഡിംഗ് സ്പോട്ടായ മാൽദീവ്സും. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സോളാറിലും അതുപോലെ ബാറ്ററിയിലും വർക്ക് ചെയ്യുന്ന സീരിയൽ ബൾബ്സൊക്കെ കാണുന്നത്. ഫാൻസി ഐറ്റംസിലെ ഒരു വൻ ശേഖരമാണ് ഈ തെമു എന്ന് പറയുന്ന ആപ്പ്. ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ സീരിയൽ ലൈറ്റുകളുടെ ഒക്കെ പുതിയ പുതിയ വേർഷൻസും എല്ലാം ഇറങ്ങുന്ന ഒരു സൈറ്റ്. ഇവിടെ നിന്നാണ് നേരത്തെ പ്രീ പ്ലാൻ ചെയ്താൽ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം ബോട്ട് മാലയിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ നേരത്തെ ഓർഡർ ചെയ്താൽ നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെ ഈ നാട്ടിലുള്ളവരെല്ലാം അവരുടെ ഐലൻഡ് കളർഫുള്ളാക്കാനായിട്ട് എൻ്റർ കൗൺസിലിൽ നിന്നെടുത്ത തീരുമാനത്തിനെ പ്രമാണിച്ച് എല്ലായിടത്തും ഒരു വീട് പോലും വിട്ടുപോവാതെ എല്ലായിടവും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചെടുത്തേക്കുവാണ് ഈദിനെ പ്രമാണിച്ച്. ഇതോടൊപ്പം തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഇങ്ങനെ ഓല മെനഞ്ഞു വെച്ച് അതിനെ കത്തിച്ച് കളയുന്നത്. അങ്ങനെ രാത്രി കത്തിക്കാൻ വേണ്ടി ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന പണിയാണ് തട്ടടിച്ച് പൊക്കിയെടുത്തിരിക്കുന്ന ഈ ഓല കൂമ്പാരം. അങ്ങനെ ഈ ഓല കൂമ്പാരത്തെ കത്തിച്ച് ഈദിൻ്റെ ആഘോഷം ഔദ്യോഗികമായി ഇവരങ്ങ് പ്രഖ്യാപിക്കും. ചിക്കൻ എടുത്ത് കുനൂന അരിഞ്ഞ് സെറ്റാക്കി അതിനോടൊപ്പം തന്നെ കുറച്ച് സവോളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ക്യാരറ്റും ക്യാബേജും എല്ലാം അരിഞ്ഞങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് കുറച്ച് എണ്ണ എടുത്തൊഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് പപ്പടവും പൊള്ളിച്ച് മാറ്റി. ആ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ അങ്ങ് വറുത്തെടുക്കാം. അങ്ങ് ചിക്കൻ അങ്ങ് വറുത്ത് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അങ്ങ് വാട്ടിയെടുത്ത് അതിലേക്ക് ഒരു തക്കാളി പേസ്റ്റും ആഡ് ചെയ്ത് സോസും ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മസാല റെഡിയായി. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറിയും പൂരിയുമാണ് ഈദ് സ്പെഷ്യൽ. ഈദ് സ്പെഷ്യലായിട്ട് ഞങ്ങൾ രാവിലെ കൂടി നമ്മളാൽ പറ്റുന്ന സഹായവുമായിട്ട് അങ്ങനെ സവോള അരിയാനും ഇഞ്ചി വൃത്തിയാക്കാനും അതുപോലെ പച്ചമുളക് എന്ന് പറയുന്നത് ഇവിടുത്തെ മാലി മുളകാണ്. അങ്ങനെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കാൻ ഞങ്ങളും കൂടി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡിയായി. അങ്ങനെ മസാലയിലേക്ക് ചിക്കനും ആഡ് ചെയ്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ചിക്കൻ കറി, ചിക്കൻ 65 എന്നോ ചിക്കൻ തന്തൂരി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നേരത്തെ വറുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അതിനോടൊപ്പം തന്നെ സൈഡായിട്ട് ഉരുളക്കിഴങ്ങ് കറിയും കൂടെ സെറ്റാക്കുക. അപ്പോൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് ഉരുളക്കിഴങ്ങ് കറിയും ഇവിടെ സെറ്റാക്കി. ഇനി നമ്മുടെ അടുത്ത മെയിൻ പരിപാടിയാണ് നമ്മുടെ പൂരിക്കുള്ള മാവ് കുഴയ്ക്കുക. അതിനായിട്ട് ആവശ്യത്തിനുള്ള മൈദാമാവ് എടുക്കുക. അതിലേക്ക് നമ്മുടെ നാട്ടിൽ എണ്ണ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഗീ ആഡ് ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഗീ ആഡ് ചെയ്ത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരേ രീതിയിൽ ഒഴിച്ച് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുത്ത് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സോഡാപ്പൊടിയും ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് കൈകൊണ്ട് കുഴച്ച് സെറ്റാക്കിയെടുത്ത പൂരിയും ഇവിടെ റെഡിയായി. ഇനി പൂരി ഒന്ന് പരത്തിയെടുക്കുക, ചുട്ടെടുക്കുക. അങ്ങനെ എല്ലാ പൂരിയും ഒന്ന് ഉരുളകളാക്കി അതുപോലെ എല്ലാം പരത്തിയെടുത്ത് ഇനി അടുത്ത പരിപാടി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടുക, രണ്ട് സൈഡും മറിക്കുക, എടുക്കുക. അങ്ങനെ ഫുഡൊക്കെ ഇവിടെ റെഡിയായി. ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടിൽ നിന്ന് ഓർമ്മയുടെ ചെപ്പിലേക്ക് സൂക്ഷിക്കാൻ എന്തെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനെ ഈ നാട്ടിൽ നിന്നും കടന്നു പോകുന്നതിന് മുമ്പ് മനസ്സിൻ്റെ ഓർമ്മച്ചെപ്പിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ ഇങ്ങനെ ഒരു ഈദാഘോഷവും ഫുഡും പ്രിപ്പറേഷനും ഒക്കെയായിട്ട് ഇതാ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകളും എൻ്റെ സംസാരവും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല ചിന്തകളും കാഴ്ചകളുമായിട്ട് വീണ്ടും കടന്നു വരുന്നതാണ്. അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.